ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രകൃതിപരിചയ മേളയിലെ ഒരു ഇനമായ മെറ്റൽ എൻഗ്രേവിംഗ് അഥവാ ലോഹത്തകിടിൽ കൊത്തുപണി എന്ന ഐറ്റം എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനു വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഷീറ്റ് മെറ്റലാണ്. അത് നമുക്ക് ഹാർഡ്വെയർസിനൊക്കെ വാങ്ങിയിട്ട് നമുക്ക് തന്നെ അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും. എന്നിട്ട് മാറ്റ് പെയിൻറ്റ് ചെയ്യാം. മാറ്റ് പെയിൻറ്റ് ചെയ്തത് ഇപ്പം നമുക്ക് ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആയാലും മാറ്റ് പെയിൻറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് കിട്ടുന്ന ഇതും നമുക്ക് കിട്ടും. ഇപ്പം ഞാനിത് ഒരു ഷീറ്റ് മെറ്റൽ നമ്മുടെ വീട്ടിലുള്ളതിൽ തന്നെ മാറ്റ് പെയിൻറ്റ് ചെയ്തതാണ്. അപ്പം നമുക്കൊന്ന് മാറ്റ് പെയിൻറ്റ് എങ്ങനെയാണ് ചെയ്തതെന്നൊന്ന് കാണാം. നമുക്ക് ടൂൾസ് വേണം. പിന്നെ ടൂൾസ് പലതരത്തിലുള്ള ടൂൾസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വ്യത്യസ്തമായ ടൂൾസുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പം ഓരോ ബോർഡറിനനുസരിച്ചും നമുക്ക് പിക്ചറിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഓരോ വ്യത്യസ്തമായ രീതിയിലുള്ള ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞതൊരു 4 ടൂളെങ്കിലും എടുക്കുന്നതായിരിക്കും. ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 ടൂളെങ്കിലും എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വ്യത്യസ്തമായ ടൂൾസുകൾ ഉപയോഗിക്കുന്നതിന് പ്രത്യേകം മാർക്കുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് ഒരു പിക്ചറാണ്. അവിടുന്ന് നമുക്ക് ജഡ്ജസ് പിക്ചർ തരും. ഞാനിവിടെ തിരഞ്ഞെടുത്ത ഒരു A4 സൈസിൽ ഒരു ഫ്ലവറിൻ്റെ ഒരു പിക്ചറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ള പിക്ചർ നമുക്ക് ജഡ്ജസ് തരും. അത് എന്ത് ചെയ്യണം, കാർബൺ പേപ്പറും പിക്ചറൂടെ വെച്ചിട്ട് ആദ്യം നമ്മൾ ഈ മെറ്റൽ ഷീറ്റിൽ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ആദ്യം ഒട്ടിക്കണം. നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഇതിന് മുകളിലൂടെ നമ്മൾ വരയ്ക്കുമ്പോൾ യെല്ലോ കാർബൺ പേപ്പറാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലൂ കളറാണ് ഉള്ളത്. യെല്ലോ കളറാണ് നമ്മൾ വേണ്ടത്. ഇപ്പം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് വെച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ട് ഇത് കാർബൺ പേപ്പർ അടിയിൽ വെച്ചിട്ട് പിക്ചറും ഇങ്ങനെ വെച്ച് സെല്ലോ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് പിക്ചർ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പെൻസിലോ പെന്നോ ഉപയോഗിച്ചിട്ട് ഷാർപ്പായിട്ടുള്ളത് ഉപയോഗിച്ച് ഇത് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം നമ്മളിതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ടൂൾ ഉപയോഗിച്ചിട്ട് ആ പിക്ചറിലൂടെ കറക്റ്റ് ഔട്ട്ലൈൻ ചെയ്യുക. അതിനുശേഷം അതിനുള്ളിലുള്ള ലൈൻസും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. മുഴുവൻ തന്ന പിക്ചറിനെ ഏറ്റവും ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിലാണ് ജഡ്ജസ് അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, എത്ര ടൂൾസ് ഉപയോഗിച്ചു, പെർഫെക്ഷൻ, ഇതൊക്കെ നോക്കിയിട്ടാണ് മാർക്ക് ഇടുന്നത്. അപ്പോൾ നമുക്കിത് പിക്ചർ ആദ്യം വരച്ചെടുക്കാം. യെല്ലോ കളർ കാർബൺ പേപ്പർ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിതിൽ പിക്ചറായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണം. ബ്ലൂ കളർ ഒരിക്കലും യൂസ് ചെയ്യരുത്. നമ്മൾ പിക്ചർ തെളിഞ്ഞ് കാണാതിരുന്നാൽ നമ്മുടെ ഡിസൈന് അത് പെർഫെക്ഷനെ ബാധിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വാങ്ങാനായിട്ട് കേട്ടോ. വരയ്ക്കാനായിട്ട് തുടങ്ങാം. ആ കൂട്ടത്തിൽ ഞാൻ മാനുവലിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നൂടെ ഞാൻ ജസ്റ്റ് പറയാം. മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് അലൂമിനിയം, ചെമ്പ് തുടങ്ങിയ തകിടിൽ കൊത്തുപണികൾ ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. തകിടിൻ്റെ വലിപ്പം 60 സെൻറ്റിമീറ്റർ × 40 സെൻറ്റിമീറ്റർ ആയിരിക്കണം എന്ന് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തകിടിൻ്റെ അളവിനി തെറ്റാൻ നിൽക്കേണ്ട. 60 × 40 സെൻറ്റിമീറ്ററിലാണ് നമുക്ക് ഇതിൻ്റെ തകിട് എടുക്കേണ്ടത്. അടയാളങ്ങളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ മത്സരസ്ഥലത്ത് തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ മെറ്റൽ എൻഗ്രേവിങ്ങിന് ഉപയോഗിക്കേണ്ട ടൂൾസ്, ഉപയോഗിക്കുന്ന ടൂൾസ് തന്നെ വേണം ഇതിനുപയോഗിക്കാൻ. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും വെച്ചിട്ട് ഇതിൽ കാർവ് ചെയ്യാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ടൂൾ ഉപയോഗിക്കുന്നത് ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ടൂൾസ് തന്നെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഡിസൈന് കൊത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ഷീറ്റിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് മുൻകൂട്ടി കൊണ്ടുപോകാൻ പറ്റും. ബ്ലാക്ക് മെറ്റൽ ഷീറ്റ് മാറ്റ് പെയിൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്ത് ഫ്രെയിം ചെയ്തിട്ടൊക്കെ നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ അടയാളങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് തരുന്ന പിക്ചർ മാത്രമേ നമ്മൾ അതിൽ വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ജഡ്ജസ് തരുന്നത് ഏതാണോ ആ പിക്ചറെ നമുക്കതിൽ വരയ്ക്കാനായിട്ട് പാടുള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാനില്ല. പിന്നെ നമ്മൾ ടൂളിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് ഡിസൈൻ ഏറ്റവും പെർഫെക്ഷൻ വരണമെങ്കിൽ നമ്മൾ നല്ല ക്ഷമയോടുകൂടി 3 മണിക്കൂർ നമുക്ക് സമയമുണ്ട്. പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിത്
കാർബൺ പേപ്പറും പിക്ചറൂടെ ഇതിൻ്റെ തകിട് ഷീറ്റിൽ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പിക്ചർ വരച്ചാൽ ചിത്രം നീങ്ങിപ്പോവാതെ നീറ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ നോക്കട്ടെ. ബ്ലൂ കളർ ആയതുകൊണ്ട് എനിക്ക് വലിയൊരു ഇതില്ല. നോക്കട്ടെ. വലിയ കുഴപ്പമില്ലാതെ ഞാൻ കാണുന്നുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. എങ്കിലും എനിക്കിത് വരയ്ക്കാൻ കാണും. അപ്പോൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ ടൂൾസിൻ്റെ കൂടെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് സാൻഡ് പേപ്പർ. സാൻഡ് പേപ്പറിൻ്റെ ഒരു പീസ് കുട്ടികൾക്ക് കയ്യിൽ മുറിച്ച് കൊടുക്കണം. എന്നിട്ട് മൂർച്ചയില്ലാന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച് പിടിച്ചൊന്ന് ഷാർപ്പ് ചെയ്യിക്കുക. ഇങ്ങനെ ഷാർപ്പ് ചെയ്താൽ നമ്മളെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് നമുക്കിത് ടച്ചാവും. അപ്പോൾ ഞാനിതിൻ്റെ പിക്ചറിൻ്റെ ബോർഡർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഏറ്റവും നൈസായിട്ടുള്ള ഒരു ടൂളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബോർഡേഴ്സൊക്കെ ചെയ്യും. ബോർഡർ തന്നെ നമുക്ക് വീതി കൂട്ടിയിട്ടും എങ്ങനെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഒരു നൈസായിട്ടുള്ള ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് പിടിക്കുമ്പോൾ ടൂള് പിടിക്കേണ്ടത് ഇതിൻ്റെ ഈ പരന്ന ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വേണം പിടിക്കാൻ. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വേണം നമ്മൾ ടൂള് പിടിക്കാനായിട്ട്. എന്നിട്ട് ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് തള്ളി സിഗ്സാഗ് മോഷനിലാണ് നമ്മൾ ടൂള് പോകേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിതാ ഇതിങ്ങനെ സിഗ്സാഗ് മോഷനിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ വരച്ച വരയുടെ മുകളിലൂടെ വേണം ഇതിങ്ങനെ കൊടുക്കാനായിട്ട്. അടുപ്പിച്ചടുപ്പിച്ച് കൈ ചലിപ്പിക്കണം. അപ്പോഴേ നമുക്ക് ആ സിഗ്സാഗ് കറക്റ്റായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് ഗ്യാപ്പ് വിട്ട് വരുമ്പോൾ ആ ഫിനിഷിങ് ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ സിഗ്സാഗ് മോഷനിലാണിതാ ഈ ഒരു ചരിവിൽ ഒരു 40 ഡിഗ്രി ഒക്കെ ആയിട്ട് ചരിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഒരേപോലെ നമ്മൾ കൈ തന്നാതെ, ഞാനിപ്പോൾ ഇതിൽ ഒരു കോട്ടയെ അടിച്ചിട്ടുള്ളൂ. അതിൻ്റേതായ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 2 കോട്ടയൊക്കെ അടിച്ചാൽ കുറച്ചുകൂടെ ഒരു ഇതുണ്ടാവും, തിക്നെസ് ഉണ്ടാവും പെയിൻറ്റിന്. അപ്പോൾ ഫ്ലവറിൻ്റെ റൗണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് റൗണ്ട് ആയിട്ട് വരണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ടൂള് കൈകൊണ്ട് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ ഷീറ്റ് എന്ത് ചെയ്യുക, തിരിച്ച് കൊടുത്തിട്ടാണെങ്കിലും ആ റൗണ്ട് ക്ലിയർ ആവുക. പിന്നെ നമ്മൾ എഴുന്നേറ്റ് നിന്നൊക്കെ ചെയ്തോ നമുക്ക് എങ്ങനെയാണോ ആ ഡിസൈനിലേക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുക ആ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബോർഡോ കയ്യോ ഒക്കെ മാറ്റി കൊടുക്കണം. അല്ലാതെ നമ്മൾ തെന്നിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ വരകൾ വരും, എക്സ്ട്രാ വരകൾ. അത് അഭംഗിയുമാണ്, മാർക്കിനെയും ബാധിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, ശ്രദ്ധിച്ച് വേണം നമ്മളെന്ത് വരയ്ക്കാനായിട്ട്. ഇത് റൗണ്ട് ആകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഷീറ്റാണ് തിരിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ എൻ്റെ കൈ ഒന്ന് ജസ്റ്റ് തെന്നിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇത് പ്രാക്ടീസിൻ്റെ കുറവാണ്. ഞാനിപ്പോൾ ഒരുപാട് നാളായി ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും എടുത്തതാണ്. അപ്പം അതിൻ്റേതായ ഒരു പ്രശ്നം എൻ്റെ കൈക്കുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അറിയുന്നവരൊക്കെ എന്ത് ചെയ്യുക, അതിനെ തിരുത്തി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ മോനെ കഴിഞ്ഞ വർഷം സബ് ജില്ലയിൽ 4ാം ക്ലാസ് ചെയ്തൊരു പിക്ചറുണ്ട്. ഞാൻ അതൊന്ന് കാണിക്കാം ഇതിൻ്റെ ഇടയ്ക്ക്. അത് അവനെന്നെ കാണിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഞാൻ ഇത് ഒരുപാട് നാളുകൾക്ക് ശേഷം കുട്ടികൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാന്നല്ലാതെ ഫുള്ളായിട്ടൊരു പിക്ചർ ഞാൻ അങ്ങനെ ചെയ്തിട്ട് കുറേ നാളായി. ഇപ്പം കൈ ശരിക്കും വഴങ്ങുന്നില്ല, കൈ വേദനയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോനെ ഹാൻഡ് ഓവർ ചെയ്യണം. അതിന് മുന്നേ ഞാൻ പറയുന്നത് നമ്മൾ ഈ ടൂൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ കൈ ഒരിക്കലും ഈ ഭാഗത്ത് വെക്കരുത്. ഇത് തെന്നി നമ്മളെ കയ്യിലേക്ക് കുത്താനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് നമ്മൾ ഇങ്ങനെ ടൂൾ ഉപയോഗിച്ച് എടുക്കുമ്പം ഈ മെറ്റലിൻ്റെ ചെറിയ ചീളുകളാണ് നമ്മളിത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ഒരിക്കലും കൈകൊണ്ട് ഇങ്ങനെ തുടയ്ക്കരുത്. കൈകൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടവൽ കൈ പിടിക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേണം നമ്മളിതിനെ തട്ടിക്കളയാനായിട്ട്. അപ്പോൾ നമ്മളെ പിക്ചർ മായാത്ത രീതിയിൽ വേണം തട്ടാനും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് നല്ല കൈ വേദന ഉള്ളതുകൊണ്ട് തന്നെ പിക്ചർ ഫുള്ളാക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ ഇതിപ്പം കഴിഞ്ഞ വർഷം അവന് ചെയ്തത് കൊണ്ട് ഞാൻ അവനെ കൊണ്ടും കുറച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഈ പിക്ചർ ഫുള്ളായിട്ട് ഇതിൻ്റെ പെർഫെക്ഷൻ നോക്കണ്ട. ഒരിക്കലും നമ്മളിങ്ങനെ മൂവ്മെൻറ്റ്
ഈ ഒരു സിക്സാഗ് മോഷനിലാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് വരേണ്ടതെന്നും ഇതിനിടയ്ക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം ഇതിൽ ഗ്യാപ്പുകൾ വരാതെയും ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് ഒന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ വെച്ച് ഇത് ചില സമയത്ത് ഇതിനിങ്ങനെ കുഴികൾ പോലെ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അവിടെ വെച്ച് നിർത്തണം. അതുപോലെ തെന്നാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ കൈ ബാക്കിലേ വെക്കാവൂ. ഇങ്ങനെ ഈ ഒരു ടൈപ്പ് മൂവ്മെൻ്റാണ് കൈക്ക് കൊടുക്കേണ്ടത്. എൻ്റെ മോൻ്റെ സഹായത്തോടു കൂടി പിക്ചർ ഏകദേശമൊക്കെ ഞങ്ങൾ പഠിച്ച പോലെ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല, ഏകദേശം തീർത്തിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തതാണ്. നമ്മൾ ടൂൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക, സിഗ്സാഗ് മോഷനിൽ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണം, ഗ്യാപ്പുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തെന്നാതെ നോക്കണം. ഇത് ടൂള് തെന്നും, ഓവർ ടൈറ്റായാൽ ഷീറ്റിൽ കുഴി വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തെന്നിയിട്ട് ഇതിൽ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ക്രാച്ച് വീഴുമ്പോൾ ഇതിൻ്റെ നീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതിന് ഏറ്റവും വേണ്ടത് പ്രാക്ടീസാണ്. നന്നായിട്ട് ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം. കൈ ഇതിൻ്റെ കൂടെ വഴങ്ങി വരുന്ന വേണം. നമ്മൾ മറ്റ് സാധാ പിക്ചർ വരയ്ക്കുന്ന പോലെയല്ല, ടൂൾ ഉപയോഗിച്ചിട്ടാകുമ്പോൾ ആ ടൂള് നമ്മളെ കൈയുമായിട്ട് ഇണങ്ങി നമ്മളത് ചെയ്ത് വേണം കുട്ടികളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. പിന്നെ അതുപോലെ വരയ്ക്കാൻ അറിയണം എന്നുള്ളതിന് നിയമമില്ല, കാരണം പിക്ചർ നമുക്ക് അവിടെ നിന്ന് തരും, ആ പിക്ചർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്കും നമുക്ക് നന്നായിട്ട് അത്യാവശ്യം ബലമുള്ള കൈയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഈ പിക്ചർ അവസാനിപ്പിക്കുകയാണ്. ഇവൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇത്രയും ഇവന് ഈ വർഷം ഇതിൽ തന്നെ പങ്കെടുപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവനൊരു പ്രാക്ടീസുമായി നിങ്ങൾക്കൊരു വീഡിയോയുമായി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ എന്ന് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.